ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോഴിക്കോട് വലിയങ്ങാടിൽ വീണ്ടും സ്ലാബ് വീണ് അപകടമുണ്ടായിരിക്കുന്നു. ആളപായമില്ല എന്നുള്ള വാർത്ത ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. ഇത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടമാണ്. ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണിരിക്കുന്നത്. ദിലീഷ തിലകനാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് കോഴിക്കോട് നിന്ന്. ദിലീഷ, ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്? എന്താണ് നിലവിലെ സ്ഥിതി ദിലീഷ? ഉന്മേഷ, വീണ്ടും ഇത്തരത്തിൽ കോഴിക്കോട് വലിയങ്ങാടിക്കുള്ളിൽ ഉള്ള ഒരു കെട്ടിടമാണ്. ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണിരിക്കുന്നത്. ഏകദേശം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടമാണ് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു അപകടമല്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു വാർത്ത. നമുക്കറിയാം, 100 കണക്കിന് ഇത്തരത്തിൽ പഴയ കെട്ടിടങ്ങൾ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ കെട്ടിടം അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്നത്. ഏകദേശം 28ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ചെറിയ അപകടമാണ്. അതായത് ഈ കെട്ടിടത്തിന്റെ മുൻഭാഗത്തുള്ള സൺഷെയ്ഡിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ താഴേക്ക് അടർന്നു വീണിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു അപകടമല്ല, ആളപായവും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. മാത്രമല്ല, ഈ അപകടം നടക്കുന്ന സമയത്ത്, ഈ സ്ലാബ് തകർന്നു വീഴുന്ന സമയത്ത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരും തന്നെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ കെട്ടിടത്തിലെ ഈ ചരക്കെടുക്കാൻ വരുന്ന തൊഴിലാളികൾ അടക്കം ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവർ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ചാക്കുകെട്ടുകൾ അടക്കം എടുത്ത് ഇവിടെ നിന്ന് മാറിപ്പോയത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായെന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ദിലീഷ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ അപകടം അത് നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധനയൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണോ ദിലീഷ? കോർപ്പറേഷന്റെ കീഴിൽ ഇത്തരത്തിൽ പരിശോധനകൾ അപകടത്തിന് ശേഷം നടന്നു വരുന്നുണ്ട് എന്നുള്ളത് കോർപ്പറേഷൻ അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മേയറുടെ വാർത്താ സമ്മേളനം അടക്കം. അതിലൊന്നും തന്നെ ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ കോർപ്പറേഷന്റെ കീഴിൽ എത്ര കെട്ടിടങ്ങൾ അണുപ്പിച്ചാണ്, എത്ര കെട്ടിടങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളിലൊന്നും കോർപ്പറേഷന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. അതായത് 19ഓളം കെട്ടിടങ്ങൾ ഇത്തരത്തിൽ അൺഫിറ്റ് ആണ് എന്ന് ദിലീഷ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ സ്ലാബിന്റെ ഒരു ഭാഗം ആസ്പെറ്റോസ് ഷീറ്റുകൾ ഉൾപ്പെടെ താഴേക്ക് വീണിട്ടുണ്ട്. അത് ഈ ഏതെങ്കിലും തരത്തിൽ താമസമുള്ള കെട്ടിടമാണോ അതോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതാണോ? അത് ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ വ്യക്തമാകുന്നുള്ളൂ ദൃശ്യങ്ങളിൽ ദിലീഷ. ഉന്മേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയങ്ങാടിയിലെ ഒരു ഭാഗത്ത് ഇപ്പൊ മുന്നോട്ട് മാറി നിന്നിട്ടുള്ള ഒരു കെട്ടിടമാണ്. 28ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടമാണ്. ഈ അപകടം നടക്കുന്ന സമയത്ത് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം. ദൃക്സാക്ഷികൾ, ഇവിടെ ജോലി ചെയ്യുന്ന വലിയങ്ങാടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ അപകടം ഇത് എപ്പോഴാണ് ഉണ്ടായത്? ഞാൻ അറിയില്ല. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കിട്ടാൻ കാത്ത് ചേട്ടാ, ഈ അപകടം ഏകദേശം അല്പസമയം മുമ്പാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സൺഷെയ്ഡിന്റെ സ്ലാബാണ് പൊട്ടി വീണിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ അപകടം കണ്ടതാണ്. മാത്രമല്ല, 4 തൊഴിലാളികൾ. ഒരു നിമിഷം ദിലീഷ, ശബ്ദത്തിൽ ചെറിയൊരു പതറിച്ചുണ്ട്. തിരികെ എത്താം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയങ്ങാടിയിൽ അല്പസമയം മുൻപ് ഉണ്ടായ അപകടമാണ്. ഈ കോൺക്രീറ്റ് സ്ലാബിന്റെ ഒരു ഭാഗം അത് താഴേക്ക് അടർന്നു വീഴുകയായിരുന്നു. ആസ്പെറ്റോ ഷീറ്റുകളും അതിനൊപ്പം താഴേക്ക് വീണിട്ടുണ്ട്. ഇത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടമാണ് എന്നറിയുന്നു. ആളപായമില്ല. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുണ്ടായ തകർച്ച എന്ന് പറയുന്നത് അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. വലിയങ്ങാടിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ വലിയ ദുരന്തം ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ മറ്റെവിടെയെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യത്തിലൊക്കെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് നടക്കുന്നുണ്ടോ എന്നതുകൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.